ഹലോ ഗൈസ്, വെൽക്കം ടു PSC മെന്റർ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റിട്ടുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള, അതായത് മൗലിക അവകാശങ്ങളുടെ മായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള റിട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് LDൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും യൂണിഫോമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് നോക്കുകയാണെങ്കിലും, അതായത് +2 ലെവൽ ഏത് നോക്കുകയാണെങ്കിലും റിട്ടുകൾ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലല്ലേ. അപ്പോൾ റിട്ടുകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷേ നമുക്കത് ഇഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റിട്ടുകൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കിക്കേടാ, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ 12 മുതൽ 35 വരെ അല്ലേ, 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഏതാടാ, പാർട്ട് 3 അല്ലേ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ 32ാമത്തേതിനകത്ത് പറയുന്നതാണ് എന്ത്, ഭരണഘടന അവകാശങ്ങൾ, അതായത് റൈറ്റ്സിന് എന്തെങ്കിലും ലംഘനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ സമീപിക്കാം, നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കിക്കേ, 32 എന്താടാ പറയുന്നത്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കുന്നതിനുള്ള പ്രതിവിധികൾക്കുള്ള അവകാശമാണിതല്ലേ. അതായത് എന്തെങ്കിലും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, അപ്പോൾ അതിനെതിരെ നമ്മൾ എവിടെ സമീപിക്കാം, സുപ്രീം കോടതിയെ നമുക്ക് സമീപിക്കാം. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ അല്ലേ, ഡിഫെൻഡർ ആൻഡ് ഗ്യാരണ്ടിയർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ പറയുന്നത് എന്താടാ, ഭരണഘടനയുടെ ആത്മാവും ഹൃദയം, ദ വെരി സോൾ ആൻഡ് ഹേർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 32നെയാണ് കേട്ടോ. അത് റിപ്പീറ്റഡ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ. ഏത് ആർട്ടിക്കിളിനെയാണ് അംബേദ്കർ ഇങ്ങനെ വിളിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട്, അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിളാണ് 32. അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് സുപ്രീം കോടതികളുടെ കാര്യം മാത്രമാണ്. പക്ഷേ നമുക്ക് ഹൈക്കോടതികൾക്കും എന്താടാ, റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 226. അപ്പോൾ ഓർത്തിരിക്കുക, എന്തെങ്കിലും മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കണമെങ്കിൽ 2 കോടതികൾ മാത്രമേ നമുക്ക് സമീപിക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് സുപ്രീം കോടതിനെയും പിന്നെ ഒന്ന് ഹൈക്കോടതിനെയും. അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് 32, ഹൈക്കോടതിയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് 226. അപ്പോൾ അത് രണ്ടും നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കണം. 2 കോടതികൾ മാത്രമേ എന്താടാ സമീപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ആ ആർട്ടിക്കിളും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ശരിക്കും റിട്ടുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എന്താണ് സുപ്രീം കോടതി അതല്ലെങ്കിൽ ഹൈക്കോടതികൾ പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എത്ര ടൈപ്പ് റിട്ടുകൾ ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഓരോ റിട്ടുകളെയും പറ്റി നോക്കാം അല്ലേ. അവ എവിടെയൊക്കെ ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാം, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ റിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ലാറ്റിൻ വേർഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നോക്കിയേ, ശരീരം ഹാജരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ PSC വേണമെങ്കിൽ ചോദിക്കാം, ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ ഓരോ റിട്ടുകളുടെ ലാറ്റിൻ നെയിമും അവരുടെ അർത്ഥവും അറിഞ്ഞിരിക്കണം. കാര്യം അത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഹേബിയസ് കോർപ്പസിനെ പറ്റി ആദ്യമായി ഒരു മെൻഷൻ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിൽ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ 1215 മാഗ്ന കാർട്ടയിലാണ് കേട്ടോ. ഈ മാഗ്ന കാർട്ടയിൽ ഇതിനെപ്പറ്റി, അതായത് ഹേബിയസ് കോർപ്പസിനെ പറ്റി, അതായത് ഇംഗ്ലണ്ടിലെ ഏതാടാ, ജോൺ 2ാമൻ രാജാവാണ് മാഗ്ന കാർട്ട സൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് മാഗ്ന കാർട്ട എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്ന കാർട്ടയിൽ വരെ മെൻഷൻ ചെയ്തിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ അന്യായമായ തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ മിസ്സിംഗ് കേസുകൾ വരുമ്പം അല്ലെങ്കിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നുള്ള കേസുകളിലൊക്കെ കോടതിക്ക് എന്ത് ചെയ്യാം, ഹേബിയസ് കോർപ്പസ് റിട്ട് വഴി, അതായത് നമ്മൾ അത് അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരെയാണോ തടങ്കലിലാക്കിയിരിക്കുന്നത് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക്, ഇപ്പോൾ ഭാര്യനെയാണ് ഭർത്താവിന് അല്ലെങ്കിൽ അച്ഛനാണ് മക്ക, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാടാ, ഈ റിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാം. അപ്പോൾ കോടതി എന്ത് ചെയ്യും, ഇവരെ ഹാജരാക്കാനായിട്ട് ഉത്തരവ് കൊടുക്കും. അപ്പോൾ പോലീസുകാർ ഇവരെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും, കൊണ്ടുവരും അല്ലേ. അത് യൂഷ്വലി മിസ്സിംഗ് കേസുകളിലൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് വരുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത് കേട്ടിട്ടുള്ള ഈ ജസ്ന മേരി കേസില്ലേ അല്ലേ, ജസ്ന മേരി കേസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. തിരോധാനം ജസ്ന മേരിയുടെ 2018 സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ പേരൻസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോടതി പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു, കണ്ടുപിടിക്കാൻ പറഞ്ഞു. പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അത് അടുത്ത സ്റ്റേജിലേക്ക് പോയി CBIക്ക് അന്വേഷണത്തിനായിട്ടൊക്കെ പോയി അല്ലേ. അതുപോലെ ഒരു ഹാദിയ കേസും, വളരെ വിവാദപരമായ ഹാദിയ കേസും, ആ കേസിൽ അതായത് മതം മാറി ആ കുട്ടി കല്യാണം കഴിച്ചു. അപ്പോൾ
പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത്. ആ സമയത്ത് അത് ഒത്തിരി വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കേസുകളിലൊക്കെ എന്താണ് ഹേബിയസ് കോർപ്പസ് ആണ് ഫയൽ ചെയ്യുന്നത്. അതായത് കാണാതെ ആയ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട്. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കോടതി കൊണ്ടേ, അല്ലെങ്കിൽ അവൻ എവിടെയാലും ആരെങ്കിലും തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ, ഹൈക്കോടതിയിൽ കൊണ്ടേ കേസ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് അടുത്ത ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ കൊണ്ടേ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് കോടതി ഉത്തരവിടും കേട്ടോ. അപ്പോൾ ഇത് ആർക്കെതിരെ? സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെ അല്ലേ? ഇത് ഓർത്തിരിക്കുക. അതായത് ഇന്ത്യയിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഏക റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാടാ, നമ്മുടെ ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ ഒൺലി റിട്ട് വിച്ച് ക്യാൻ ബി ഫയൽഡ് അഗൈൻസ്റ്റ് എന്താ, പ്രൈവറ്റ് പേഴ്സണൽസ് ആണ് അല്ലേ? സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക റിട്ട് ഇന്ത്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേബിയസ് കോർപ്പസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ റിട്ടിനി ഇപ്പൊ കരുതൽ തടങ്കലിൽ അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ അധികം ആരെയും ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ് അല്ലേ? മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് കൂടിയാം മാൻ ഡു മസ്റ്റ്, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ, റിട്ട് പുറപ്പെടുവിക്കുന്നതിനെയാണ് നമ്മൾ മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് നാം കൽപ്പിക്കുന്നു, വി കമാൻഡ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുന്നത് ഒരു പൊതു ഉദ്യോഗസ്ഥനെയോ സർക്കാർ സ്ഥാപനത്തെയോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കർത്തവ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ്. അതായത് ഒരാൾ കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാൻഡമസ് ഫയൽ ചെയ്യാം അല്ലേ? അതായത് പക്ഷേ ഇത് ആർക്കൊക്കെ എതിരെയോ, സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ, രാഷ്ട്രപതിക്കെതിരെയോ, ഗവർണർക്കെതിരെയോ, ജുഡീഷ്യൽ ചുമതലയുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുകൾ, മറ്റ് ജഡ്ജിമാർക്കെതിരെയോ ഒന്നും ഇത് പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഈസിലി ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യാനായിട്ട് വരും. അതായത് ഈ KSRTC ജീവനക്കാരില്ലേ, അവർക്ക് അതിൽ നിന്ന് വിരമിച്ച ആൾക്കാർക്ക് പെൻഷൻ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണുന്ന ഇവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് ഇവരുടെ അവകാശമാണ്. സർക്കാരിനും KSRTCക്കും ഇത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ് അല്ലേ? അവർക്ക് നിർവഹിക്കേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ KSRTC പെൻഷനേഴ്സ് എന്ത് ചെയ്തു, ഹൈക്കോടതിയിൽ പോയി മാൻഡമസ് കൊടുത്തു. അതായത് ഇവർ ഈ കൃത്യനിർവഹണം നടത്തുന്നില്ല കറക്റ്റായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു അവരോട്, അതായത് ഗവൺമെന്റിനോട് KSRTCയോടും പറഞ്ഞു കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പെൻഷൻ സമയത്ത് കൊടുക്കണം. അതായത് അവരുടെ കൃത്യനിർവഹണം കറക്റ്റായിട്ട് അവർ നടത്തുന്നില്ല, അത് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി എന്ത് ചെയ്തു, കമാൻഡ് ചെയ്തു അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻഡമസ് വഴി അവർക്ക് കോടതി ഉത്തരവിട്ടു KSRTC പെൻഷനേഴ്സിന് കറക്റ്റ് സമയത്ത് പെൻഷൻ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. കമാൻഡ് ചെയ്യാണ്, മാൻ ഡു മസ്റ്റ്, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഉറപ്പായിട്ടും ചെയ്യണം. പക്ഷേ ഇത് എന്താണ്, ഒരു സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റുമോ? ഇല്ല അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ മാത്രമാണ് ഇത് പ്രയോഗിക്കാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങളവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത റിട്ട് എന്ന് പറയുന്നത് കോ വാറന്റോ ആണ് കേട്ടോ. കോ വാറന്റോ എന്ന് പറഞ്ഞത് അതായത് എന്ത് അധികാരം, ബൈ വാട്ട് അതോറിറ്റി എന്ന് ചോദിക്കുന്നതാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതായത് ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധികാരി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗസ്ഥൻ വഹിക്കുമ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്, കോ വാറന്റോ എന്ന് പറയുന്നത് അല്ലേ? എന്ത് അധികാരം കൊണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു വ്യക്തി ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതു പദവി വഹിക്കുന്നതെന്ന് പരിശോധിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോ വാറന്റോ എന്ന് പറയുന്നത് അല്ലേ? ഇത് യോഗ്യതയില്ലാത്ത ഒരാൾ ഒരു പൊതു പദവി വഹിക്കുന്നത് തടയുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ വിവാദപരമായിട്ടുള്ള VC നിയമനങ്ങൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗവർണറും VC നിയമനവും എപ്പോഴും ലൈവിലുള്ള സംഭവമാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിസ തോമസിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് അല്ലേ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് UGC ചട്ടങ്ങൾക്ക് അനുസൃതമല്ലാതെ VC നിയമനം നടത്തി. അപ്പോൾ അത് ഗവർണറും ബാക്കിയുള്ളവരും കൂടി എന്ത് ചെയ്തു, അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കോ വാറന്റോ ആണ് ഫയൽ ചെയ്യുന്നത് കേട്ടോ. കോ വാറന്റോ ഫയൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി അതായത് ഇവർ യോഗ്യതയില്ലാതെയാണ് VC ആയി നിയമിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ VCനെ പുറത്താക്കി. അപ്പോൾ അതിന് പകരമായിട്ട് വന്ന ആളാണ് ഈ സിസ തോമസ്. അപ്പോൾ എന്താണ്, അത് വളരെ വിവാദമായിരുന്ന ആ സമയത്ത്. അതിൻ്റെ പേരിലാണ് പുള്ളിക്കാരത്തി ഒത്തിരി ക്രൂശിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ന്യൂസിനകത്ത് ഇതിനെപ്പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നോക്കിക്കേ, അവിടെ അർഹതയില്ലാതെ VCനെ നിയമിച്ചു എന്ന് കോടതിക്ക് മനസ്സിലായപ്പോൾ കോടതി ഈ കോ വാറന്റോ റിട്ട് പുറപ്പെടുവിച്ചാണ് അവരെ പുറത്താക്കും പുതിയ ആളെ നിയമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം അത് മനസ്സിലായോ? അപ്പോൾ ഈ റിട്ട് കോടതിക്ക് നോക്കിക്കേ, പൊതു പരാതിക്കാരനെ സമീപിക്കാൻ പരാതിക്കാരന് നേരിട്ട് താല്പര്യം വേണമെന്നില്ല. പക്ഷേ താല്പര്യമുള്ള ഏതൊരു ഇന്ത്യൻ പൗരന് ഹർജി നൽകാം അല്ലേ? അതായത് ഇത് ആരെയാണോ അഫക്ട് ചെയ്ത് അയാൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഏതൊരു ഇന്ത്യൻ സിറ്റിസണും നമുക്ക് കോ വാറന്റോ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അത് ഈ കോ വാറന്റോയുടെ ഒരു യുണീക്ക് ഫീച്ചറാണ്.
ആണ്. ബാക്കി ആരെയൊക്കെയാണോ അഫക്റ്റ് ചെയ്ത് അവർക്കാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്കാണ് അത് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റുന്നത്. ഇത് പക്ഷേ ആർക്ക് വേണമെങ്കിലും അത് സംബന്ധിച്ച് എന്ത് ചെയ്യടാ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ ഒക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് കോ വാറന്റോ. അപ്പോൾ ഇനി അടുത്തതാണ് പ്രൊഹിബിഷൻ. ഇതിനകത്ത് ഈ പ്രൊഹിബിഷനും സെർഷ്യോററിയും എന്ന് പറയുന്നത് കൂടുതലായിട്ടും കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ മേൽക്കോടതി കോടതികൾ അവരെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും കോടതികളെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ട്രൈബ്യൂണൽ പോലെയുള്ള കാര്യങ്ങൾ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ നമ്മൾ ബോർഡ് കാണും അല്ലേ, പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യുക, അങ്ങോട്ട് പോകാൻ നമുക്ക് അധികാരമില്ല എന്ന് പറയുന്ന ഒരു വേർഡാണ് പ്രൊഹിബിഷൻ. അല്ലെങ്കിൽ ആ വേർഡിന്റെ മീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാ, അതായത് വിലക്കുക അല്ലെങ്കിൽ തടയുക, ഫോർബിഡ്, അതായത് വിലക്കപ്പെട്ട ഖനിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിളിലൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ വിലക്കപ്പെട്ട ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊഹിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കീഴ്ക്കോടതിയോ ട്രൈബ്യൂണലോ അതിന്റെ അധികാര പരിധി ലംഘിക്കുന്നത് തടഞ്ഞുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ അങ്ങനെ ഒരു അധികാര പരിധി കടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, മേൽക്കോടതി അതിനെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതായത് ഒരു പ്രിവെന്റീവ് മെഷർ ആണ് പ്രൊഹിബിഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് ഇതൊരു സ്റ്റേ ഓർഡർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്നത്തെ ചെയ്യരുത് എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിവിൽ കേസ് നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യേണ്ടത് മുൻസിഫ് കോടതികളില്ല അല്ലേ, പക്ഷെ അതിന് പകരം അത് മാറി ഒരു ക്രിമിനൽ കോടതി അതിൻ്റെ പരിപാടികൾ ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പ്രതി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാർട്ടി എന്ത് ചെയ്തു, മേൽക്കോടതിയെ സമീപിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതൊരു സിവിൽ കേസാണ്, അത് ക്രിമിനൽ കോടതിയിലല്ല ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മേൽക്കോടതി എന്ത് ചെയ്യും, ക്രിമിനൽ കോടതിയോട് പറയും ഇത് നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല, ഇത് മുൻസിഫിന്റെ ഇതിലേക്ക് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, കോടതിക്ക് അത് മാറ്റി കൊടുക്കാനായിട്ട് വരും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ, അതായത് അധികാര പരിധി ഇല്ല, അപ്പോൾ നിങ്ങളത് ചൂഷണം ചെയ്തു, അത് മനസ്സിലാക്കി മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് അല്ലെങ്കിൽ റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടോ, ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ അല്ലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ ഇത് പ്രയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് അത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുക അല്ലെങ്കിൽ തടയുക എന്നാണ് അർത്ഥം. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽക്ക് എതിരെ മാത്രമാണ് ഇത് പ്രയോഗിക്കാനും സാധിക്കുന്നത്. ഇനി അടുത്തത് അവസാനത്തേതാണ് നമ്മുടെ സെർഷ്യോററി അല്ലേ. ഈ സെർഷ്യോററി വാക്ക് ചിലർക്കൊക്കെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പാടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊരു ലാറ്റിൻ വേർഡാണ്. ഇതിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക, ടു ബി സർട്ടിഫൈഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ടു ബി സർട്ടിഫൈഡ് എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെർഷ്യോററി ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ അധികാര പരിധി ലംഘിക്കുന്നു കാണുമ്പോൾ തന്നെ കോടതിക്ക് ഇടപെടാൻ പറ്റും. ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ ഒരു സിവിൽ കേസ് ക്രിമിനൽ കോടതി എന്താ പറയുക അത് കേട്ടു, വാദങ്ങൾ കേട്ടു, എന്നിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ ആ ഉത്തരവിനെതിരെ, അതായത് ഒരു കാര്യം നടന്നു, സംഭവിക്കാത്തത് സംഭവിച്ചു, അപ്പോൾ അതിനെതിരെ ക്യൂറേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു റിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്ത് സെർഷ്യോററി എന്ന് പറയുന്നത്. അതായത് ആ ഉത്തരവിനെതിരെ എന്ത് ചെയ്യും, നമ്മൾ മേൽക്കോടതി പോകും, അപ്പോൾ പറയും ഇത് മേൽക്കോടതിയിലോട്ട് പോരട്ടെ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെർഷ്യോററി എന്ന് പറയുന്നത്. ഇത് പക്ഷേ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്കും, അതായത് 1991 ശേഷം ഇതെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്കും ഈ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, സെർഷ്യോററി ഫയൽ ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കുറച്ച് നാൾ മുന്നേ വിവാദപരമായിരുന്ന TP സെൻകുമാറിന്റെ കേസ്. അതായത് അദ്ദേഹം DGP ആയിരിക്കുമ്പോൾ സമയത്ത് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സെർഷ്യോററി ബേസ് ചെയ്തിട്ടുള്ള റിട്ടാണ് അദ്ദേഹം ഫയൽ ചെയ്യുന്നത്. അപ്പോൾ കോടതി അത് പരിഗണിക്കുകയൊക്കെ ചെയ്ത് തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കും എന്ത് ചെയ്യടാ സെർഷ്യോററി ബാധകമാണ്. പക്ഷേ പ്രൈവറ്റ് ആൾക്കാർക്കെതിരെ, പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ ഒന്നും നമുക്ക് സെർഷ്യോററി പ്രാവർത്തികമായിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരു കീഴ്ക്കോടതിയുടെ വിധി റദ്ദാക്കുന്നതിനോ അവിടെയുള്ള കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനോ വേണ്ടിയാണ് അല്ലേ. അതായത് ഓൾറെഡി വിധി വന്നു, അതായത് അധികാര പരിധി ലംഘിച്ചൊരു വിധി വന്നെങ്കിൽ അതിനെ റദ്ദാക്കുകയും അതിനെ മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ് സെർഷ്യോററി. ഓക്കെ, അത് പ്രൊഹിബിഷൻ ഒരു തടയുന്നതാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രിവെന്റീവ് ആണ്, ഇതൊരു ക്യൂറേറ്റീവ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ റിട്ടുകൾ പറയുമ്പോഴും എക്സാമ്പിളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മറന്നുപോകും അല്ലേ, 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി ഇത് തമ്മിൽ ഈ റിട്ടുകൾ സുപ്രീം കോടതിയും ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ നമുക്ക് പറഞ്ഞു 32-226 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊന്ന് നോക്കാം. ഒന്ന് നമ്മൾ എന്താണെങ്കിലും പറഞ്ഞു ആർട്ടിക്കിൾ 32 വഴിയാണ് സുപ്രീം കോടതി, 226 വഴിയാണ് ഹൈക്കോടതി എന്നും പറഞ്ഞു. ഇനി ഇത് കണ്ടോ, സംരക്ഷിക്കുന്ന, അതായത് മൗലിക അവകാശ സംരക്ഷണത്തിന്
മാത്രമാണ്, അതായത് അധികാരം ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് സുപ്രീം കോടതിക്ക്, അതായത് മൗലിക അവകാശങ്ങളെ സംബന്ധിക്കുന്ന കേസിൽ മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഹൈക്കോടതികൾ ഇവിടെ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഹൈക്കോടതിയുടെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി വളരെ കൂടുതലാണ്. അതായത് മറ്റ് ഏതൊരു നിയമപരമായ ആവശ്യത്തിനും, അതായത് കണ്ടോ, നമുക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അതായത് ഫോർ എനി അതർ പർപ്പസസ് ഓൾസോ. അതായത് ഇപ്പം നമ്മൾ 300A ഒക്കെ പറയുന്നുണ്ട് അല്ലേ, പ്രോപ്പർട്ടി, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകൾക്കെതിരെയും നമുക്ക് ഹൈക്കോടതിയെ സമീപിച്ച് റിട്ടുകൾ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചില ഈ അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ തർക്കങ്ങൾ കേസുകളിലൊക്കെ നമുക്ക് റിട്ടുകൾ ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്യടാ, ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ഉത്തരവുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ റിട്ടുകളുടെ കേസിൽ ഏതാണ്, ഹൈക്കോടതിക്കാണ് അധികാര പരിധി. അത് അറിയത്തില്ലാത്ത ആള് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, സുപ്രീം കോടതിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഹൈക്കോടതിക്കാണ് റിട്ടുകളുടെ കേസിൽ അധികാര പരിധി കൂടുതൽ. പിന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സുപ്രീം കോടതിക്ക് പറ്റും. പക്ഷേ ഇത് സംസ്ഥാനത്തിന്റെ അധികാരം, അതായത് ആ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് മാത്രമേ ഹൈക്കോടതിക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഏതൊരു മൗലിക അവകാശമായിരുന്നാലും റിട്ട് ഹർജി നിരസിക്കാനായിട്ട് കഴിയത്തില്ല. അതായത് റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഡിസ്മിസ് ചെയ്യാനായിട്ട് സുപ്രീം കോടതിക്ക് അത് എടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അവിടെയും കണ്ടോ, അധികാര പരിധി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചിലത് റിട്ടുകൾ ഫയൽ സ്വീകരിക്കേണ്ട ആവശ്യം ഹൈക്കോടതിക്കില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഹൈക്കോടതിക്ക് കൂടുതൽ അധികാരം ഉണ്ടെന്നും, അതായത് ഫയൽ ചെയ്യുന്നത് നിരസിക്കാനുള്ള അവസരം ഉണ്ടെന്നും ഹൈക്കോടതിക്ക് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സോ അത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ട് റിട്ടുകളെ സംബന്ധിക്കുന്നത്. 5 റിട്ടുകളും അത് എക്സാമ്പിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കലും മറന്നു പോകാതെ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ 1 മാർക്ക് ഉറപ്പായിട്ടും നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.